പറഞ്ഞു കൊടുക്കണമല്ലോ, അല്ലാത്ത പക്ഷെ അവർ ടെൻഷനാവില്ല എങ്ങോട്ടാണ് എന്നുള്ളത് അറിയാതിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രമേൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ബാപ്പി ആടെ ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടോ നോക്കുന്നോ? ആടെ ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടോ നോക്കുന്നോ? ആ നമ്മളെ പുതിയ ഷോപ്പില് അല്ല മറ്റേ ആടാ ബാപ്പി അഥവാ വാങ്ങി തന്നാലോ? അപ്പം ബാപ്പി കളിച്ച് ഞാനത് സ്ലീവ്ലെസ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഷെയ്ഡ് എടുത്ത് അതുകൊണ്ട് അങ്ങനെ മറച്ചത് കോട്ടിട്ടിട്ടില്ല. പിന്നെ മക്കൾക്ക് ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഞാനൊരു ബാഗ് വാങ്ങി അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന കേട്ടോ. ബാഗും കുഴയൊക്കെ വാങ്ങി അവിടെ ഒരു ഷോപ്പിൽ ഡ്രസ്സ് ഉണ്ടോ എന്ന് വെറുതെ ഒന്ന് കയറി നോക്കട്ടെ. കിട്ടിയാൽ ഇപ്പോൾ വാപ്പി വാങ്ങി തരും. അതിനൊന്നും വാപ്പി തരിച്ചില്ല. ആഴ്ചക്കാഴ്ചക്ക് ഡ്രസ്സ് മേടിച്ച് തരണമെന്ന് പറഞ്ഞാലും വാപ്പി മേടിച്ച് തരും. വാപ്പിക്ക് അങ്ങനത്തെ ഒരു വിഷയമേ അല്ല. പൈസ നമ്മൾ ഡ്രസ്സിന് വേണ്ടിയിട്ടൊക്കെ പൈസ ചിലവാക്കുന്നതിനൊന്നും വാപ്പിക്ക് ഒരു കുഴപ്പമില്ലാത്തതാണ്. ഇപ്പം ഡ്രസ്സ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേ ഞാൻ അപ്പത്തെ ഞാൻ കാണിക്കുന്നില്ല, പിള്ളേരുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ബാക്കി വീഡിയോ ഞാൻ വീട്ടിലെത്തിയിട്ടില്ല കേട്ടോ. പറഞ്ഞതാണ്. കൈ ഉണ്ടായിന്ന് പറഞ്ഞില്ല. കൈ ഒരാഴ്ചത്തേക്ക് അനക്കാതെ വെക്കാൻ. കൈ മുട്ടടിച്ച് പോയിട്ട് തരുത്ത് പോയതാണ്. കൈയിൻ്റെ മുട്ടടിച്ച് പോകും. മുട്ടടിച്ചാൽ തന്നെ ഒരു തഴുപ്പ് ഉണ്ടാവുമല്ലോ. തരുത്ത് പോയി. എന്നോടൊന്ന് കൈ ഇങ്ങനെ ഇളക്കിയാൽ ഞാൻ പ്ലാസ്റ്റർ ഇടിക്കുന്നുണ്ട്. എനിക്കൊരു ബാഗൊക്കെ തന്നിട്ട് കൈയിടാൻ എന്തൊരു കഷ്ടമാണ് ഗായ്സ്. പോയി റിവേഴ്സ് എടുക്കൂ. റിവേഴ്സ് എടുക്കണ്ടേ? നിങ്ങൾ എടുപ്പാനാ ഡ്രസ്സ് നോക്കി ഗൈസ് ഒന്നുമില്ല. അപ്പം ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാൻ നിന്നതാ. ഒന്നാമത് കൈ ശരിയില്ല. എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് കൈ താഴ്ത്തി വെച്ചാൽ പ്ലാസ്റ്റർ മസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ കൈ താത്താനേ പോയില്ല. ഇനിയിപ്പോൾ എല്ലാവരും പറയും കൃഷ്ണന് ഇഷ്ടമല്ല എന്നിട്ടാണ്, കൃഷ്ണന് അങ്ങനെയാണ്, കൃഷ്ണൻ ഇങ്ങനെയാണ്, കണ്ണൻ അങ്ങനെയാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, വീട് വെക്കോളും എനിക്കൊന്നും പറ്റിയിട്ടില്ല, വീട്ടിൽ കൂടിയോളും എനിക്കൊന്നും പറ്റിയില്ല. കൂടിയതിന് ശേഷം മാത്രമേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. അത് കൃഷ്ണന് ഇഷ്ടമില്ലാതിട്ടല്ല. എല്ലാവരും വരുന്നോലും പോകുന്നോലും ഒക്കെ പറയുന്നത് വീട് അടിപൊളിയാണ്, വീട് പൈസ മുടക്കിയതിൽ കാര്യമുണ്ടോ? അതുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം എല്ലാവരും പറഞ്ഞു കണ്ണേറ്. ഇതിലൊക്കെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ണേറാണ് ജെസ്സിയെ നിനക്ക് വരുന്നോലും പോകുന്നോലും ഒക്കെ പറയുക. അല്ലാതെ എൻ്റെ വലത് കൈക്ക് തന്നെ അങ്ങനെ ഒരു കുത്തിപ്പോലെ കുത്തൂല. അപ്പം കണ്ണേറ് കൊണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തോ ഏതോ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ കണ്ണേറിലും വിശ്വസിക്കണമെന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല. എന്ത് തന്നെയായാലും എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളെന്നോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, ജെസ്സിയെ ഒരാണൊരുത്തന് വർഷങ്ങളായിട്ട് പറ്റാത്തത് നീ പെണ്ണൊരുക്കി സാധിപ്പിച്ചത് തോന്നി, പ്രൗഡായിട്ട് തോന്നി. അതേപോലെ പൈസ ഉണ്ടായിട്ട് പൈസ അട്ടിക്ക് വെച്ചിട്ട് വീടാവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സത്യമാണ്. പൈസ ഉള്ളത് കൊണ്ട് തന്നെ ഒരു വീടാവണമെന്നില്ല. പക്ഷെ പൈസ എന്താ പറയുക ഇല്ലെങ്കിലും വീടാക്കാം. ഒടുക്കത്തുമ്മലത്തെ ബ്ലോക്ക് ഗൈസ്. അപ്പം ഒരുപാട് ആണുങ്ങൾ വിചാരിച്ചിട്ടും ഒരുപാട് പൈസ ഉള്ള ആൾക്കാർ വിചാരിച്ചിട്ടും ചിലപ്പോൾ അത് നടക്കാൻ പറ്റില്ല. പണ്ടൊരിക്കൽ തെറി ബീബി പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ സ്വപ്നമാണ് ഒരു വീട് എന്ന്. ആ സ്വപ്നം എനിക്ക് സാധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. കൈയ്ക്ക് കുറച്ച് വേദനയുണ്ട്, അത് സഹിച്ചാലും പിന്നെ കുറച്ച് ദിവസം വരയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് ഓൾറെഡി ഞാൻ വരയ്ക്കത്തില്ല എന്ന് ഞാൻ പ്ലാൻ ചെയ്ത സംഭവം. ഇനി അതുകൊണ്ട് എനിക്ക് കിട്ടിയ ശിക്ഷയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പണ്ടേ എങ്ങനെയുണ്ട്, ഒരു മടി പിടിച്ചു പോയാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും വയ്യായ്മ വരും, നാടെ കിടന്നോ എന്നുള്ളൊരവസ്ഥയിലായിപ്പോൾ. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാലം നിങ്ങൾക്ക് എൻ്റെ ഇൻ്റർവ്യൂസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം, കുറച്ച് കാലം ഞാനൊന്ന് റെസ്റ്റ് എടുക്കും, എന്നതിന് ശേഷമേ വീണ്ടും വര തുടങ്ങുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആശാൻ വിചാരിച്ചു നീ നല്ലോണം റെസ്റ്റ് എടുത്തോ എന്നുള്ള ഒരു മട്ടും പാപ്പവും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല.
ഏതായാലും ഡ്രസ്സ് അവിടെ ഇല്ല, ബ്ലോക്കാണ്. എത്രയാണോ വീട്ടിലേക്ക് നോക്കട്ടെ. ും കിതാബിലെ ദൈവം തന്നോ പണി കണ്ടോ, ദൈവത്തിന് ഇഷ്ടമില്ലാണ്ടായിട്ട് അടുത്ത ഡയലോഗായിരിക്കും. അപ്പോയ വണ്ടി എത്ര ആൾക്കാരുടെ, എത്ര യുവത്വത്തിൻ്റെ സ്വപ്നമാണ് ആ പോയത് എന്നറിയോ. ഈ ടണ്ട സൗണ്ട് ഉണ്ടായിക്കോട്ടെ, പക്ഷെ എത്ര ആൾ സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങുന്നൊരു ബൈക്കതിൽ പോയത് എന്നറിയോ. പേര് പറയാൻ മറന്നു. അപ്പം ദൈവം തന്ന ശിക്ഷ വീട്ടിൽ പോയതോളം എടുക്കാൻ എനിക്ക് നേരല്ല കേട്ടോ. ഞാനിപ്പം വണ്ടിയിൽ നിന്ന് സഞ്ജു ലൈറ്റ് അടിച്ചു പോകടാ, കളിക്കല്ലേ. അപ്പം വണ്ടിയിൽ നിന്ന് എടുക്കാൻ എനിക്ക്, അല്ല വീട്ടിലെത്തിയിട്ട് എടുക്കാൻ ഉള്ള സാവകാശമില്ല. എനിക്ക് ഇപ്പം തന്നെ എടുക്കണം എന്നാ. പിന്നെ പ്ലാസ്റ്റർ ഇട്ടിട്ടില്ല കേട്ടോ. കിരൺ ഡോക്ടറിനോട് പറഞ്ഞ അന്നൊക്കെയാ ഞാൻ അപ്പോൾ പ്ലാസ്റ്റർ ഇടുമെന്ന് പറഞ്ഞു. എന്നെ ഭീഷണിപ്പെടുത്തിയ വീഡിയോ കേട്ടോ, ഡോക്ടറെ ഭീഷണിപ്പെടുത്തി അങ്ങനെ തമ്മിലതിന് കൊടുക്കാം. അപ്പോൾ ഏട്ടത്തി പറയാ പ്ലാസ്റ്റർ ഇട്ടതായി നല്ലത്, കൈ അനക്കൂന്ന്. വണ്ടി വരുന്നുണ്ട് ഇങ്ങോട്ട്, വണ്ടി വരും. ഇങ്ങനെയാണ് ദൈവം തന്ന ശിക്ഷ. അതപ്പോൾ കഴിഞ്ഞു ഇതാ മോനെ, അത് കഴിഞ്ഞു പോയടാ. എങ്ങനെയാ ഇടണ്ടിയെന്നുള്ള വലിയ പിടുത്തൊന്നുമില്ല. ഭയങ്കര ബൊമ്മിടാന് കാണാൻ മാത്രമുണ്ടല്ലോ. ഇത് കഴിഞ്ഞേടാ, ഇതെങ്ങനെയൊന്ന് ഉറപ്പിക്ക്. സിമന്റ് ഇട്ടോ, ഇതല്ലടാ ഈ കയറ്റിലുള്ള സാമാനോ. കുറച്ചുകൂടി വലിക്കും, എന്നാലേ ഒരു സുഖമുള്ളൂ. ഇതൊക്കെ നോക്കി കണ്ടൊക്കെ വാങ്ങണ്ടേ. ഇതെന്താണ് പണ്ടാരും ചെയ്യല്. ഇതൊന്ന് ഫോൺ പിടി. അങ്ങനല്ല, ഫോൺ പിടി ഞാൻ റെഡിയാക്കാം. ഈ ഇവിടെ കഴുത്തിലിടുന്നൊരു സാധനം ഇത് ഇങ്ങോട്ടാക്കി വെക്കുക. നിന്നില്ലേ? അല്ല ഗൈസ്, ഈ സാധനം എന്തിട്ടാന്നുള്ളത് അറിയില്ല ഗൈസ്. പക്ഷെ നായിക്ക് മുഴുവൻ തേങ്ങ കിട്ടി കളിയെന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഞാനും എൻ്റെ മകനും ഈ ഒരു സംഭവം വെച്ച്. എങ്ങനെയുണ്ടടാ, നമുക്ക് ലുക്ക് ഉണ്ടോ ഈ സാധനം ഇട്ടിട്ട്? ഓർക്ക പറയും, നല്ലല്ലേ കേക്കോ. നല്ല രസം. അത് ഈ ഡ്രസ്സിന് കോസ്റ്റ്യൂമിനനുസരിച്ച് അത് പിന്നെ ഇത് കുറച്ചങ്ങോട്ടിട്ട് നല്ലതല്ലേ ഗുമ്മ് കിട്ടുള്ളൂ. ഇതൊക്കെ താങ്ങി ഇട്ട് നോക്കിട്ട് വാങ്ങണ്ടായി ഇടന്നാല്. എന്തൊരു പൊട്ടനെ. ഡോക്ടർ ബാഗ് എന്ന് പറഞ്ഞ് ഇവൻ പോയി ബാഗ് വാങ്ങി. ഇത് കിട്ടു നോക്കിയിട്ട് വാങ്ങണ്ട. ഞാനൊരു ബാഗ് വാങ്ങിക്കിട്ടോ, അതിൻ്റെ അൺബോക്സിങ് വീഡിയോ വേറെ കാണിച്ചേ. ദൈവം തന്ന ശിക്ഷ. നല്ല ഫോണാണ്, 10 റുപ്യ. അതെ, അരുണിൻ്റെ ICU വെന്റിലേറ്ററിലാണ്. പറയുമ്പോൾ കുറച്ച് മഴയായിട്ട് പറയണുണ്ട്, എല്ലാവരോടുകൂടി ആയിട്ടാണ് പറയുന്നത്. ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനെ വെന്റിലേറ്ററിലേക്കാണ്. വേറെ ആരോണ്ട് കട്ടായി എന്നോട് 4004, 4003, 4004
കഴിക്കൊന്നും പറയണ്ട. 4003 4004 തിരിച്ചറിയാൻ പറ്റൂല. ഇനി 4004 എന്നാ പറഞ്ഞത്. റെഡി ആയിക്കോട്ടെ. 4004 3 തിരിച്ചറിയാത്തവനാണ് വരാൻ പോണത് കേട്ടോ. 4004 പറഞ്ഞത്. നോക്കുമ്പോൾ 4003. ഞാൻ 4004 പോയിട്ട് പെരുന്തല്ല്. കൈ കിട്ട കണ്ടിട്ട് സർപ്രൈസ് കൈ കിട്ടണ്ടിട്ട് സർപ്രൈസായി എന്ന് പറഞ്ഞതാ. കൈ കിട്ടതിന് എന്താ അഭിപ്രായം പറയാനുള്ളത്? അതല്ലേ, എക്സ്റേ ഉണ്ട് 4/6/2025 അത് സഹിതം കാണിച്ചു കൊടുക്കണോ? ഫോട്ടോ ഫോട്ടോ അല്ല, ഫോട്ടോ എൻ്റെ മൂക്കുത്തി മോഷ്ടിച്ച് പോന്നോനാണ് ഞാൻ. നമ്മൾ ഇതെന്താ കാർഡിയോളജി ഇനി കാർഡിയോളജിയിലാണെന്ന് പറഞ്ഞ് നടക്കണ്ടേ. കാർഡിയോളജിയിലൊന്നുമല്ല, നടന്ന് ഇങ്ങോട്ട് മാറ്റി കണ്ടല്ലേ. സ്വന്തമായിട്ട് ബാഗ് ഉണ്ട് സ്കൂൾ തുറന്നപ്പോഴേക്ക്. അഞ്ചോ സ്കൂൾ തുറന്നപ്പോഴേക്ക് സ്വന്തമായിട്ട് ബാഗ് ഉണ്ട്. ഞാൻ കാറെടുത്ത് വന്നാണ്. മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ഉള്ളോടൊന്നും കേൾക്കൂല. എവിടെയുള്ള വണ്ടി? സഹകരണം. പാപ്പി വേറെ വണ്ടി എടുക്കുമ്പോൾ എനിക്ക് തരണേ. അതല്ല വണ്ടി, അത് ഡോക്ടേഴ്സിൻ്റെ വണ്ടിയാ. പക്ഷേ ഡോക്ടേഴ്സിന്റെ റൂമാ അത്. ഡോക്ടേഴ്സിന്റെ പാർക്കിംഗ് അത്. എനിക്കൊരു ബാഗിൻ്റെ അടുത്തുണ്ടായിരുന്നു, പക്ഷെ സ്കൂൾ പൂട്ടിയപ്പോയെന്നല്ലോ. അല്ലാതെ സ്കൂൾ തുറന്നപ്പല്ലേ. ആ ഗായ്സ് പോട്ടെ, ബൈ ബൈ. തിരിച്ച് വീട്ടിലെത്തിയിട്ട് കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാൻ തന്നിട്ടുണ്ട്. ആദ്യമേ ഞാൻ ഈ ആടയാഭരണങ്ങളൊന്ന് ഊരി വെക്കട്ടെ. ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്നു. ഓർണമെന്റ്സ് ഒക്കെ കൈമ കയറി കിട്ടോ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, കയ്യേക്ക് കവറില്ല. എന്നോട് അതാണ് അതിൻ്റെ കാണിച്ചു തരാം. ഞാൻ വീട്ടിൽ കൂടലിൻ്റെ തലേ ദിവസം വീണെന്നും കൈ പൊട്ടിയെന്നും ചിലർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അവരും അവരുടെ കൂട്ടക്കാരും കേൾക്കാനും കാണാനും വേണ്ടിയിട്ടാണ്. 4/6/2025 എക്സ്റേ എടുത്തിരിക്കുന്നത്. താമരശ്ശേരി വെച്ചിട്ടാണ്. കിരൺ മനു സി, ഈ ഡോക്ടറാണ് എനിക്ക് എടുത്തു തന്നത്, അല്ല റെഫർ ചെയ്തത്. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണ്. വീട്ടിൽ പോയിട്ട് മറ്റേ ഇവിടെ സെൻറ്ററിൽ പോയിട്ട് കാണിച്ചതാണ്. ഇനി എൻ്റെ കുഴപ്പവും കൂടി ഞാൻ കാണിച്ചു തരാം. പൊട്ടുമുറി ഒന്നും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല. ഈ ഒരു സംഭവം കണ്ടോ? കാണുന്നുണ്ടോ മോനെ? അങ്ങനെ വെച്ചിട്ടല്ലേ നമ്മൾ കൈ കൊണ്ട് തോന്നി കാണിച്ചില്ല. ഞാൻ പറഞ്ഞു കൊടുക്കാൻ കാര്യം വേണ്ട. ഇവിടെ ഈ ഒരു കറുത്ത സംഭവം എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട് ആയതാണ്. അപ്പം കൈ ഇങ്ങനെ അടിച്ചു പോയ സമയത്ത് ബ്ലഡ് ക്ലോട്ട് ആയതുകൊണ്ടാണ് ഈ പെയിൻ, ആ നീരിറങ്ങിയതാണെന്ന് പറഞ്ഞതാണ്. കാണിച്ചതിൻ്റെ ബില്ല് സഹിതം അല്ല പ്രിസ്ക്രിപ്ഷൻ സഹിതം ഇതാക്കുന്ന ഈ പ്രിസ്ക്രിപ്ഷൻ ഞാൻ എടുക്കാനും ഇത് പറയാനും ഒരേ ഒരു കാരണമുണ്ട്. എനിക്കറിയില്ലായിരുന്നു ഓർത്തോ ആൾക്കാരുടെ സിമ്പലാണ് എന്നുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ചു കിരൺ ഡോക്ടർ എന്തോ ഡോക്ടറേതായിട്ടുള്ളൊരു സിമ്പൽ കൊടുത്തതാണ്. ഇതെനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത്
എന്തോൻ്റെ എന്തോ എല്ലാവരുടെയും കൂടി ആയിട്ടുള്ള സിമ്പലാണ് പോലും. ഈ ആർട്ടിനെ ഞാൻ മനസ്സറിഞ്ഞ് ബഹുമാനിക്കുന്നു. ഏത് ആർട്ടിസ്റ്റാണ് ഇങ്ങനൊരു സിമ്പൽ വരച്ചു കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും കൈകൂപ്പുന്നു ഞാൻ. റെസ്പെക്റ്റ് യു. അത് പറയാനാണ് ഞാൻ ഈ ഷീറ്റും കൊണ്ടുവച്ചത്. അപ്പം എൻ്റെ കൈക്ക് പ്രശ്നങ്ങളൊക്കെ മാറിയല്ലോ. ഇനി അടുത്തത് ബാഗിങ് അൺബോക്സിങ് വീഡിയോ. പൊന്നാര മക്കളെ 785. ഇത് വലിയ ചേട്ടായിൻ്റെ. ഇത് കൊച്ചു ത്രേസ്യ കൊച്ചിൻ്റേത്. ഇതിനെത്രയാടാവും? കൊച്ചു ത്രേസ്യ ഹൗ മച്ച്? ത്രേസ്യ കൊച്ചിന് നിങ്ങൾ ഫ്രീ ആയിട്ട് മേടിച്ചു കൊടുക്കൂല എന്നുള്ളത് എനിക്കറിയാം. ഇതിലേതാ ത്രേസ്യ കൊച്ചിൻ്റെ? ഇത് ത്രേസ്യ കൊച്ചിൻ്റെത്. അതേ കളർ എപ്പോഴും ഉണ്ട്. ഇത് സായിപ്പിൻ്റെ. ഇതിൻ്റെ പ്രൈസ് എത്രയാന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇതിപ്പോൾ അൺബോക്സിങ് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണ് മോനെ? ഇതിൻ്റെ പേരെന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ്. ഞാൻ പറഞ്ഞ ചില്ലറ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ ഇത്രമേൽ കഷ്ടപ്പെട്ടത്. പോകാറേ എന്താ വെച്ചാൽ ഒരു സ്റ്റാൻഡ് പോലും ഇല്ലാത്തൊരു യൂട്യൂബർ. ഞാൻ അവിടെ അവർക്ക് സാധനം മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് കണ്ണ് കുരുങ്ങിയിട്ട് മേടിച്ചൊരു സംഭവമാണ് ഇത്. ഇതിലിപ്പോൾ എന്താ അത്ര പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകത ഒന്നുമില്ല. കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി. റേറ്റ് വരുന്നത് 796 കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾവശമാണെങ്കിലും കുറച്ച് സ്പേസബിളാണ്. കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് കൊള്ളിക്കാം. ഇതവിടെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അവർ തന്നെ ചെയ്യുന്ന ബാഗാണ്. 1 ഇയർ വാറണ്ടി അവർ തരുന്നുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഈ ഒരു ലുക്കും കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് ഇതും കൂടി. അപ്പം ഇത്രയേ ഉള്ളൂ അൺബോക്സിങ് വീഡിയോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ കുഴങ്ങിയിട്ടുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളും പരദൂഷണവും ഒക്കെ ആയിട്ട് നാളെ വരാം. വീണ്ടും സന്ധിക്കും മഴ.